Hi friends, welcome back. So ഇന്നത്തെ ഞാൻ പറയുന്നത് TradingViewലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. സോ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ സ്പീഡാക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനലൈസിങ്ങും ബാക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്പീഡാക്കാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. സോ അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഫീച്ചറാണ് ഗോ ടു. ഓക്കെ, ഈ ഗോ ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സ് പോലുള്ള ഒരു സിമ്പിൾ ഇല്ലേ, ഇതിനെയാണ് നമ്മൾ ഗോ ടു എന്ന് പറയുന്നത്. സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ ഇന്നിപ്പം സെപ്റ്റംബർ 9 ഇപ്പം നിങ്ങൾക്കൊരു 10-15 ദിവസം ബാക്കോട്ട് പോകണം, ഒരു ഓഗസ്റ്റ് 15 പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോ ടു കൊടുത്തിട്ട് ഓഗസ്റ്റ് 15 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ബാക്കോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 15 ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ ഇവിടെ തൊട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടെസ്റ്റിങ്ങോ അനലൈസിങ്ങോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പം ചാർട്ടിൽ എന്തെങ്കിലും പോയിന്റ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോ ടു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺഡു ആൻഡ് റീഡു ആണ്. ഓക്കെ, അൺഡു ആൻഡ് റീഡു എന്ന് പറയുമ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ കുറച്ച് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെക്ടാങ്കിൾ പോലത്തെ ഇത് വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിവിടെ വരച്ചിട്ട് ഈ ഒരു അൺഡു ഓപ്ഷൻ ഉണ്ടല്ലേ, ഈ ഒരു ആരോ അമർത്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അൺഡു ആവും. ഈ ഒരു ലൈന് നിങ്ങൾക്കിപ്പോൾ തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുത്താൽ മതി. സോ അത് തിരിച്ച് ആ ഒരു ലൈനിനെ തിരിച്ച് കൊണ്ടുവരും. ഓക്കെ, ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. പക്ഷേ റീഡു അൺഡു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻസ് കിട്ടും. പക്ഷേ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ Ctrl+Z കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്കിത് ആ ചാർട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ Ctrl+Z കൊടുത്തു, അത് തിരിച്ച് കൊണ്ടുവരും. ഇതും ഒരു അൺഡുവിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ ആണ്. സോ Ctrl+Z കൊടുത്ത് അൺഡു ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇത് കൊടുത്താൽ ഓരോ പർട്ടിക്കുലർ ആ ഒരു ലൈൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അൺഡു ചെയ്യാൻ പറ്റും. റീഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ കൊടുത്ത് റീഡു ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ വിസിബിലിറ്റി ആണ്. സോ ഈ ഒരു ചാർട്ടിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു 5 മിനിറ്റ് ചാർട്ടിൽ ഞാനിവിടെ 2 പാറ്റേൺ വരച്ചിട്ടുണ്ട്. സോ ഈ ഒരു പാറ്റേൺ എനിക്ക് എല്ലാ ടൈം ഫ്രെയിംസിലും വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പാറ്റേണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് പോയിട്ട് ഇവിടെ ഇത് അൺചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ചെക്ക് ചെയ്യുന്നുണ്ട് മീൻസ് ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഹവേഴ്സിലും ഡേയ്സിലും വീക്സിലും മന്ത്സിലും എല്ലാ ടൈം ഫ്രെയിമിലും കാണും. പക്ഷേ എനിക്കിത് ജസ്റ്റ് 5 മിനിറ്റിൽ അല്ലെങ്കിൽ പിന്നെ മിനിറ്റ് ചാർട്ടിൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിവിടെ ചെക്കിൽ ആ ഒരു ടിക്കിൽ തന്നെ വിടുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് അൺടിക്ക് ചെയ്താൽ മതി. സോ ഇവിടെ ഇപ്പോൾ എന്തായി, ഈ ഹവേഴ്സ് ഡേയ്സിലൊന്നും ഈ ഒരു പാറ്റേണോ കാര്യങ്ങളൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 ഹവറാണ് എടുക്കുന്നത്. 1 ഹവർ എടുത്തു. സോ 1 ഹവറിൽ ഹവേഴ്സിൻ്റെ ഈ 1 ഹവറിൽ ഞാൻ വരച്ച ആ ഒരു ലൈൻസോ കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ 5 മിനിറ്റിലേക്ക് വന്നാലോ അതിവിടെ ഉണ്ട്. സോ ഇതാണ് ഈ ഒരു വിസിബിലിറ്റി ഫീച്ചർ. ഇനി നാലാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റേ ഇൻ ഡ്രോയിങ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ അതെന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ടൂളിൻ്റെ ഒരു മെനു ഇല്ല, ഈ ഒരു മെനുവിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് സ്റ്റേ ഇൻ ഡ്രോയിങ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നിങ്ങൾ ഓൺ ചെയ്ത് ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം മാത്രം ആ ഒരു ടൂൾ സെലക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇത് ഞാനിങ്ങനെ എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിവിടെ ഡ്രോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റേ ഇൻ ഡ്രോയിങ് മോഡ് അല്ലാണ്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ വട്ടവും ഈ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. കണ്ടില്ലേ, ഇപ്പോൾ വരാൻ പറ്റുന്നില്ല. പക്ഷേ ഓരോ വട്ടം വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യണം. അതാണ് നോർമലായിട്ട് വരയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം. പക്ഷേ സ്റ്റേ ഇൻ ഡ്രോയിങ് മോഡിൽ ഇവിടെ ഓൺ ചെയ്തിട്ടിട്ട് നമ്മളൊരു ടൂള് സെലക്ട് ചെയ്തിട്ട് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രോസ് ഹെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് അതിവിടെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ടൂൾ യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റേ ഇൻ ഡ്രോയിങ് മോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫേവറേറ്റ് ഡ്രോയിങ് ടൂൾബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾബാറാണ്. സോ അത് ഞാനിവിടെ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഡിസേബിൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഡിസേബിൾഡ് ആണ്. സോ ഇത് ഡിസേബിൾഡ് ആയതുകൊണ്ട് എന്താ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഈ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ സിമ്പിൾ ഉണ്ടല്ല, ഇതാണ് ആ ഒരു ഫീച്ചർ. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം. സോ അതിനു മുമ്പിട്ട് ഇവിടെ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ ഫേവറേറ്റ് ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ പിന്നെ ട്രെൻഡ് ആംഗിൾ പിന്നെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ ഞാനിവിടെ ഫേവറേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ എനിക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കണം. സോ ഞാൻ ഇവിടെ വരച്ചു. ഇനി എനിക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട്
ഇവിടെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. സോ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ അങ്ങനത്തെ സമയത്ത് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. സോ ഇതിവിടെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇതിവിടെ നിങ്ങൾ ഓൺ ചെയ്ത് ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ടൂൾസും ഇതേപോലെ ഇവിടെ വരും. നിങ്ങൾക്ക് ഇത് എവിടെയാണ് വേണ്ടത് അതിവിടെ നിങ്ങൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ താഴെയാണ് ഇടയിൽ. സോ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ എനിക്ക് ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ഫീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് വന്നിട്ട് ഇവിടെ തന്നെ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോന്ന് എവിടെയാണെന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹൈഡ് ഓപ്ഷൻ ആണ്. മേ ബി ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കുറച്ച് ഓൾറെഡി ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോ എന്ന് പറയുമ്പോൾ എനിക്കിപ്പം ചിലപ്പോൾ തോന്നും ഈ ഒരു ഡ്രോയിങ് എനിക്ക് വേണ്ട, ജസ്റ്റ് ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമുള്ള ഒരു ചാർട്ട് മതിയെന്ന്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക. ഈ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഹൈഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു ഡ്രോയിങ്, ഞാൻ വരച്ച ഡ്രോയിങ് ഒക്കെ പോയി. ജസ്റ്റ് ക്യാൻഡിൽസും ഇൻഡിക്കേറ്റേഴ്സും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഇൻഡിക്കേറ്റേഴ്സ് വേണ്ട, ഡ്രോയിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് ഇത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിക്കേറ്റേഴ്സ് പോയി. കണ്ടല്ലോ, ഈ ഒരു EMA20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ പോയി. ജസ്റ്റ് ഡ്രോയിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതിപ്പോൾ രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹൈഡ് ഡ്രോയിങ് ആൻഡ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് രണ്ടും പോയി നാക്ഡ് ആയിട്ടുള്ള ചാർട്ട്, ഒന്നുമില്ലാത്ത ചാർട്ട് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ക്യാൻഡിൽസ് മാത്രമുള്ള ചാർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റിംഗ് കുറച്ചും കൂടെ സ്പീഡാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻട്രാഡേ അനലൈസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു അനലൈസ് ചെയ്യുന്ന ആ ഒരു സ്പീഡ്, ആ ഒരു ടൈം കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ ബിഗിനർ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പം ട്രേഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഫീച്ചേഴ്സ് ഒന്നും അറിയില്ലായിരുന്നു. സോ ആ സമയത്ത് ഞാൻ ട്രെൻഡ് ലൈൻ എടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. സോ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. ഓരോ വട്ടം ഇവിടെ വന്നിട്ട് ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യും, പിന്നെയും പോയി ട്രെൻഡ് ലൈൻ സെലക്ട് ചെയ്യും. സോ ഇതെന്ന് പറയുമ്പോൾ കുറേ സമയം പിടിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫേവറേറ്റിൻ്റെ ഇതും എനിക്ക് അറിയില്ലായിരുന്നു. സോ അതുകൊണ്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയിൽ വന്നിട്ട് ഇപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യും. എനിക്കിപ്പോഴും ഇത് എവിടെയുള്ളതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടല്ലേ, ഇവിടെയാണോ? ഓക്കെ, ഇവിടെയാണ് ലോങ് പൊസിഷൻ ഉള്ളത്. സോ ഇവിടെ നിന്നൊരു ലോങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് കൊടുക്കണമെങ്കിൽ കുറേ സമയം പിടിക്കും. പക്ഷേ അതേ സമയത്ത് ഞാൻ ഈ ഒരു സ്റ്റാർ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇതാണ് ലോങ് പൊസിഷൻ, ഇതാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അതാണ് ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ്. ഈ ഫീച്ചേഴ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീച്ചേഴ്സിൻ്റെ ആ ഒരു ഫുൾ പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അനലൈസിങ് ചെയ്യുന്ന ഒരു സ്പീഡ് കൂട്ടാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുക. ട്രേഡിംഗ് വ്യൂവിൽ കുറേ ഫീച്ചേഴ്സ് വേറെ ഉണ്ട്. സോ ആ ഫീച്ചേഴ്സൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.